ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തെ എടുത്തു പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്പലത്തിൽ നിന്നും സ്വർണം കൊള്ളയടിച്ചു. ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ കൃത്യമായ അന്വേഷണം നടക്കും. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ ഉടൻ തന്നെ ജയിലിൽ അടയ്ക്കുമെന്നും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന പ്രഖ്യാപനമാണിപ്പോൾ അദ്ദേഹം കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരാൻ പോകുന്നത് മാറ്റത്തിന്റെ തിരഞ്ഞെടുപ്പായിരിക്കുമെന്നും ഗുജറാത്ത് എങ്ങനെ തിരികെ പിടിച്ചോ അതേ മോഡലിൽ തന്നെ കേരളം പിടിക്കുമെന്ന വമ്പൻ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നതും. ഇത് ഇടത് വലത് പാർട്ടികളിലെയും അതുപോലെ തന്നെ കേരളം വലിയ രീതിയിൽ മാറുന്നതിൻ്റെ ഒരു നേർചിത്രമായി തന്നെ കണക്കാക്കാൻ സാധിക്കുന്നു. ഇടത് വലത് രാഷ്ട്രീയവും ഇവിടുത്തെ സർക്കാരിനെയും കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നടക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. കേന്ദ്ര പദ്ധതികൾ കേരളം നടപ്പിലാക്കുന്നില്ല എന്നും അദ്ദേഹം ഇവിടെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ബി.ജെ.പി. തിരുവനന്തപുരത്ത് അധികാരം പിടിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വരവ് ഇപ്പോൾ അനന്തപുരിയെ ആകെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. കേരളത്തിനായി തന്നെ പുതിയ വികസന രേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നതും ഒപ്പം തന്നെ ഇനി മാറാത്തത് മാറുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത് എൻ.ഡി.എ പ്രവർത്തകർക്ക് കൂടുതൽ ഊർജം പകരുന്നത് തന്നെയാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും ശ്രദ്ധേയമാകുന്നത്. മാത്രമല്ല ഇടത് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഇപ്പോൾ മോദിയുടെ വരവിൽ ഉണ്ടായിരിക്കുന്നതും. സ്വർണ്ണക്കൊള്ള എത്രത്തോളം അദ്ദേഹം ശ്രദ്ധിച്ചു എന്നതും ഇവിടെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതേസമയം പത്മനാഭസ്വാമിയുടെ ആ പാവനമായ ഭൂമിയിൽ വരാനായത് വലിയ സൗഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു. കേരളത്തിനും തിരുവനന്തപുരത്തിനും നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിനെ സംബന്ധിച്ച് വികസനത്തിന് പുതിയ ദിശാബോധം എന്ന ദിവസമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അമൃത് ഭാരത് പാസഞ്ചർ ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുന്ന വേളയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സുഹൃത്തുക്കളെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഓരോ പദ്ധതികളെക്കുറിച്ചും പറഞ്ഞത്. കേരളത്തിന്റെ വികസനത്തിനായി തന്നെ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ഇന്നൊരു പുതിയ ദിശാബോധം കൈവന്നു. രാജ്യത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായി തന്നെ തിരുവനന്തപുരത്തെ മാറ്റുന്നതിനായുള്ള ആദ്യ ചുവടുപ്പ് ഇന്നുണ്ടാകും. വികസിത കേരളത്തിൽ കൂടി മാത്രമേ വികസിത ഭാരതം പൂർത്തിയാകാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം കേന്ദ്ര സർക്കാർ എന്നും ഉണ്ടാകും. രാജ്യത്തെ മുഴുവൻ പാവപ്പെട്ടവരുടെയും ഉന്നമനത്തിന് അത് നടപ്പാക്കുന്ന ഒരു മഹത്തായ സംരംഭത്തിനും തിരുവനന്തപുരത്ത് തുടക്കമിട്ടിട്ടുണ്ട്. കേരളത്തിന്റെ മാറ്റം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുകയാണ്. തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ വിജയം ഐതിഹാസികമാണ്. അതേപോലെ തന്നെ ഈ വിജയം കേരളത്തിൽ മാത്രമാകില്ല, രാജ്യത്താകമാനം അലയടിക്കുകയും ചെയ്യുന്നു. വികസിത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനുള്ള ഒരു വിജയമാണിത്. ഇടതു വലത് പാർട്ടികളുടെ അഴിമതി ഭരണത്തിൽ നിന്നും കേരളത്തിലെ മോചിപ്പിക്കുമെന്നും ദരിദ്ര വിഭാഗങ്ങളുടെ വൈദ്യുതി ബിൽ കുറയ്ക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ ഇവിടെ നടപ്പാക്കും. 12 ലക്ഷത്തോളം വാർഷിക വരുമാനത്തിന് ആദായ നികുതി ഒഴിവ് നൽകിയിട്ടുണ്ട്. ഇതിലൂടെ തന്നെ കേരളത്തിലെ അവിടെ മധ്യവർഗക്കാർക്കും ശമ്പളം വാങ്ങുന്നവർക്കും പ്രയോജനം ലഭിക്കും. മുൻപ് തെരുവിൽ കച്ചവടം ചെയ്യുന്നവരുടെ കാര്യം വലിയ കഷ്ടമായിരുന്നു. 100 രൂപയെങ്കിൽ വായ്പയ്ക്ക് വലിയ പലിശയാണ് അവിടെ നൽകേണ്ടി വന്നത്. അതേപോലെ തന്നെ PM സ്വനിധി ഇനിയൊരു പരിഹാരമാണ്. അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാർക്ക് വായ്പ നൽകാൻ തുടങ്ങിയത് ഈ പദ്ധതി വഴിയാണ് എന്നും ഇന്ന് ഭാരത് സർക്കാർ ആകട്ടെ PM സ്വനിധി ക്രെഡിറ്റ് കാർഡുകളും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 6000 പേർക്ക് ഈ ആനുകൂല്യം ലഭിച്ചു. ധനികർക്ക് മാത്രമായിരുന്നു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നത്. ഇന്നാകട്ടെ തെരുവ് കച്ചവടക്കാരുടെ കയ്യിൽ പോലും സ്വനിധി ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ട് എന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.